ഉണ്ടാക്കിയത്. അത് ഈ ആശയമാണ്. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇത് മതം, നിന്റെ മതം നിനക്ക് ശ്രേഷ്ഠമാണ്, എനിക്ക് എന്റേതും എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു മെസ്സേജാണ്. മാത്രമല്ല, പിന്നീടുള്ള കാലങ്ങൾ കൊണ്ട്, ഗവേഷണങ്ങൾ കൊണ്ട്, ശാസ്ത്ര ഗവേഷണങ്ങൾ കൊണ്ട്, പഠനങ്ങൾ കൊണ്ട് കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ എത്രയോ മുമ്പ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ രാവിലെയും പകലിനെയും ക്രമീകരിച്ചു, അല്ലെ, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചു, ഗോളങ്ങൾ അതിന്റെ പന്താവിലൂടെ ചലനം തുടരുന്നു. എന്താ പന്താവ്? പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഓർബിറ്റ് എന്ന് പറഞ്ഞ് ഈ ഗോളങ്ങൾ, ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു ഓർബിറ്റിലൂടെയാണ്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഗോളങ്ങൾ ഇതിലൂടെ ആണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം നീരാവിയായി, പിന്നെ മേഘങ്ങളായി മാറി മഴയായി വർഷിക്കും. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജലം നീരാവിയായി പോയിട്ടാണ് മേഘമായി മാറി വർഷമായി പെയ്തിറങ്ങുന്നത് എന്ന് ശാസ്ത്രം കണ്ടെത്തിയത്. പറയുന്നില്ലേ, സചേതനങ്ങളായ എല്ലാ വസ്തുക്കളും ജലത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നത്. പിന്നീടാണ് കണ്ടുപിടിച്ചത്, ലോകം കണ്ടുപിടിച്ചത്, ശാസ്ത്രം കണ്ടുപിടിച്ചത്. എല്ലാ ജീവൽ രൂപങ്ങൾക്കും ജലത്തിന്റെ ഘടനയിൽ നിന്നാണ് ഉണ്ടായത്. എത്ര വർഷം മുമ്പെയാണ്, എത്ര കാലത്തിന്റെ മുമ്പെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം നടന്നുപോയത്, പറഞ്ഞത്? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ചന്ദ്രന്റെ ഓർബിറ്റിനെ കുറിച്ച്, ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഓർബിറ്റിനെ കുറിച്ച്, അമാവാസിയെയും പൗർണമിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ശാസ്ത്രരംഗത്തുണ്ടായ കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, സൂര്യൻ സ്വയം ജ്വലിക്കുകയാണ്, ചന്ദ്രൻ ജ്വലിക്കുന്നില്ല. സ്വയം ജ്വലിക്കുന്ന വിളക്കാണെന്ന്, അല്ലെ, വിളക്കാണെന്നാണ്. ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. സൂര്യന്റെ സ്വയം ജ്വലിക്കുമ്പോഴുള്ള ആ വിളക്കിന്റെ പ്രകാശമാണ് ചന്ദ്രനുള്ളതെന്ന. അതൊന്നും പിന്നീടുള്ള കാലത്ത് പലരും സമ്മതിച്ചില്ല. ശാസ്ത്രം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മഹനീയമായ കാര്യം. ഇത് ശാസ്ത്ര സത്യമല്ലേ? എല്ലാവരും വിചാരിച്ചിരുന്ന എന്താ? ചന്ദ്രനും സ്വയം ജ്വലിക്കുന്നുണ്ട്, ചന്ദ്രനിൽ നിന്ന് പ്രകാശം. ചന്ദ്രന് പ്രകാശമില്ല. ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം മാത്രമേയുള്ളൂ എന്ന് പറയുന്നുണ്ട്. മനോഹരമായൊരു പാരിസ്ഥിതികമായൊരു പ്രഖ്യാപനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഞാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, അവ ആണികളായി മാറി ഭൂമിയെ നിയന്ത്രിക്കുന്നു, അതിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നു. പിന്നീടാണ് കണ്ടുപിടിച്ചത്, പർവ്വതങ്ങൾ ആഴത്തിൽ വേരൂന്നിയവയാണ്. ഭൂചലനങ്ങൾ ഉണ്ടാകാതെ ഭൂമിയുടെ